പവി ആനന്ദാശ്രമം എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ജി നായർക്കു നേരെ അശ്ലീല പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രന് പോസ്റ്റ് ഇടുന്നതിനേക്കാൾ താൽപര്യം കമന്റ് ഇടുന്നതായിരുന്നു. അങ്ങനെ ഒരു കമന്റാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ സസ്പെൻഷനിലേക്കും അറസ്റ്റിലേക്കും നയിച്ചത്. പവിത്രനെ കഴിഞ്ഞ ദിവസം ജോലി സ്ഥലത്ത് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോഴും ഇയാൾ മദ്യപിച്ചിരുന്നു. പവിത്രൻ മദ്യപിച്ച ജോലിക്ക് എത്തുന്നത് പുതുമയുള്ളത് കാര്യമായിരുന്നില്ല. ഓഫീസിൽ മദ്യപിച്ചെത്തി സഹപ്രവർത്തകരോട് മോശമായി പെരുമാറിയിരുന്നുവെന്ന് പരാതിയുണ്ട്. ഫേസ്ബുക്കിൽ അടക്കം സോഷ്യൽ മീഡിയയിൽ ഏറെ സമയം ചെലവഴിക്കുമെങ്കിലും ചില കുടുംബചിത്രങ്ങളല്ലാതെ അധികം പോസ്റ്റുകൾ കാണാനില്ല. ഫേസ്ബുക്കിൽ 4000-ത്തിലധികം സുഹൃത്തുക്കളുള്ള ഇയാളുടെ കമ്പം പ്രമുഖ വ്യക്തികളെ ജാതീയമായി അധിക്ഷേപിക്കുന്നതായിരുന്നു. നേരിട്ട് ഇടപെടുമ്പോൾ വഴക്കാളി ആയിരുന്നില്ല പവിത്രനെന്ന് സഹപ്രവർത്തകർ പറയുന്നു. പുറമെ ശാന്തനും ആരുമായും വഴക്ക് കൂടാത്ത ആളുമായിരുന്നു. എല്ലാവരോടും ബഹുമാനത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്ത കാലത്തെ സഹപ്രവർത്തകർ പറഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഓഫീസിൽ മദ്യപിച്ചെത്തി അലോസരം ഉണ്ടാക്കിയിരുന്നതായും പരാതികളുണ്ട്. ഹോസ്ദുർഗിലെ ജോലിസ്ഥലത്ത് തനിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പവിത്രൻ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. രാത്രിയിൽ ഉറക്കം കിട്ടാത്തതായിരുന്നു പ്രശ്നം. ഉറങ്ങാതെ ഇരുന്ന് നേരം വെളുപ്പിക്കുന്നതായിരുന്നു പതിവ്. ഏറെ ചികിത്സിച്ചെങ്കിലും കാര്യമായ മാറ്റമില്ലെന്നും സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. പവിത്രനെതിരെ ഒട്ടേറെ പേർ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായി പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇയാളെ സസ്പെൻഡ് ചെയ്ത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉത്തരവിറക്കിയത്. റവന്യൂ മന്ത്രി കെ രാജനെ മുഖ്യമന്ത്രി സംഭവത്തിന്റെ ഗൗരവം അറിയിച്ചു. ഇതോടെയാണ് കാസർകോട്ടെ ജോയിന്റ് കൗൺസിൽ നേതാവായ പവിത്രനെ സസ്പെൻഡ് ചെയ്തത്. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നുവെന്നും റവന്യൂ മന്ത്രി കെ രാജൻ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും നടപടികൾക്ക് വിധേയമായിട്ടും നിരന്തരമായി റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ആവർത്തിക്കുന്നതിനാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടൽ അടക്കമുള്ള കർശനമായ നിയമ നടപടികൾക്ക് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതോടെ ആർക്കും പവിത്രനെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയും വന്നു. ശക്തമായ നടപടിയെടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. പിരിച്ചുവിട്ടാൽ പിന്നെ കോടതി നടപടികളിലൂടെ മാത്രമേ പവിത്രന് സർവീസിൽ കയറാൻ കഴിയൂവെന്നതാണ് യാഥാർത്ഥ്യം. സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ കമന്റുകൾ ഇടുന്നത് പവിത്രന്റെ ദുശീലമാണ്. 2023 ഓഗസ്റ്റിൽ നെല്ലിക്കാട്ട് ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം പ്രസിഡന്റ് സമൂഹ മാധ്യമത്തിലൂടെയുള്ള അപകീർത്തി പ്രചരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ പവിത്രന് ADM താക്കീത് നൽകിയിരുന്നു. 2024 ഫെബ്രുവരിയിൽ സാമൂഹ്യ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് വി ഭുവനചന്ദ്രൻ സമർപ്പിച്ച പരാതിയിലും സമൂഹമാധ്യമത്തിൽ കമന്റുകളോ പോസ്റ്റുകളോ ഇടുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന് കാണിച്ച് കർശന താക്കീത് നൽകിയിരുന്നു. തുടർന്നാണ് മുൻമന്ത്രിയും കാഞ്ഞങ്ങാട് MLAയുമായ ഇ ചന്ദ്രശേഖരനെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത്. എല്ലാ പരിധിയും വിട്ടതായിരുന്നു ഈ കമന്റ്. കാസർകോട്ടെ മുതിർന്ന CPI നേതാവാണ് ചന്ദ്രശേഖരൻ. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ സീനിയറായ തന്നെ തഴഞ്ഞ് പ്രധാന സ്ഥാനങ്ങളിൽ ഈ ചന്ദ്രശേഖരന്റെ താൽപര്യപ്രകാരം നായർ സമുദായ അംഗങ്ങളെ നിയമിച്ചെന്നായിരുന്നു അന്ന് പവിത്രന്റെ ആരോപണം. ഇതേ തുടർന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പവിത്രനെ സർവീസിൽ നിന്ന് 2024 സെപ്റ്റംബർ 18 സസ്പെൻഡ് ചെയ്തിരുന്നു.